പ്രകൃതിയോടും സഹജീവികളോടും മനുഷ്യർക്കുള്ള ബന്ധം അപരിമേയമായ ഒന്നാണ്. കൃഷിയിലും മൃഗപരിപാലനത്തിലും സഹജമായ ഈയൊരു മനോഭാവം പ്രകടവുമാണ്. പലപ്പോഴും കുഞ്ഞുനാളിലെ തന്നെ മനസ്സിൽ ചേക്കേറുന്ന ശീലങ്ങൾ മനുഷ്യന്റെ ജീവിതത്തിൽ അവിസ്മരണീയമായ ഒന്നായി മാറുന്നു. അത്തരത്തിൽ കുഞ്ഞുനാളിലെ മനസ്സിൽ ഉറച്ചുപോയ സ്നേഹവാത്സല്യങ്ങൾ ജീവിതവൃത്തിക്ക് ഉതകുന്നതാക്കി മാറ്റുവാൻ കഴിഞ്ഞ ഒരു പക്ഷിസ്നേഹിയെ കൃഷിദർശനിലൂടെ നമുക്ക് പരിചയപ്പെടാം. സ്കൂൾ കാലം മുതൽക്ക് തന്നെ സുഭാഷിന് പ്രാവുകൾ കളിക്കൂട്ടുകാരായിരുന്നു. നാട്ടിൻപുറത്ത് സുലഭമായി പറന്നു നടന്നിരുന്ന വെളുവെളുത്ത അരിപ്രാവുകളെ പരിചരിക്കുകയും അവയ്ക്ക് കൂടൊരുക്കുകയും ആയിരുന്നു ഒഴിവു സമയ വിനോദങ്ങൾ. പ്രാവുകളോടുള്ള ഈ വാത്സല്യം വീട്ടുകാരുടെ എതിർപ്പുകൾക്കിടയിലും തികഞ്ഞ ജാഗ്രതയോടെ കാത്തുവച്ചു. മുതിർന്നപ്പോൾ പ്രാവുകളുടെ അതിവിശാലമായ വൈവിധ്യപൂർണമായ ലോകത്തെ അടുത്തറിയുവാനും അതൊരു ജീവിതവൃത്തിയായി തെരഞ്ഞെടുക്കുവാനും സുഭാഷ് തീരുമാനിച്ചു. ആ ഉറച്ച തീരുമാനം നൂറുകണക്കിന് പ്രാവുകളുടെ ഉടമയാക്കി സുഭാഷിനെ ഇന്ന് മാറ്റിയിരിക്കുന്നു. പാലക്കാട് ജില്ലയിലെ വടക്കഞ്ചേരിയിലാണ് സുഭാഷ് താമസിക്കുന്നത്. സുഭാഷിന്റെ വീട് പ്രാവുകളുടെ ഒരു ലോകമാണ്. വളർത്തുപ്രാവുകളുടെ വ്യത്യസ്തതയാർന്ന ഇനങ്ങളെ ഇവിടെ നമുക്ക് കാണാം. പ്രാവ് വളർത്തൽ കേവലം ഒരു ഒഴിവു സമയ വിനോദം മാത്രമല്ല, ആദായകരമായ ഒരു വരുമാന മാർഗം കൂടിയാണ്. പ്രാവ് വളർത്തൽ 10,000 വർഷങ്ങൾക്ക് മുൻപ് തന്നെ മനുഷ്യർ ആരംഭിച്ചതായി ചരിത്രരേഖകൾ സൂചിപ്പിക്കുന്നു. ആദ്യകാലത്ത് സന്ദേശവാഹകരായി ഉപയോഗിച്ചിരുന്ന പ്രാവുകൾക്ക് ആധുനിക കാലത്ത് അലങ്കാര വളർത്തുപക്ഷികൾ എന്ന നിലയിലാണ് പ്രാധാന്യം. ഇത്തരത്തിൽ വളർത്തപ്പെടുന്ന പ്രാവുകൾ അഥവാ ഫാൻസി പിഗ്യോൺസ് പ്രധാനമായും ജാക്കോബിൻസ്, ഫാൻടെയിൽസ്, പൗട്ടേഴ്സ് എന്നീ 3 ഇനങ്ങളിലാണ്. ഇവയ്ക്ക് അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള ഗ്രേഡിങ്ങുകളും പ്രദർശന മത്സരങ്ങളും നടന്നുവരുന്നു. വലുപ്പം, നിറം, ഇനം, അവയുടെ ബ്രീഡ്, ഇങ്ങനെ ഗ്രേഡിങ്ങിന് വ്യത്യസ്ത മാനദണ്ഡങ്ങളുമുണ്ട്. ജാക്കോബിൻസ് രാജകീയ പ്രൗഢിയുള്ള പ്രാവുകളാണ്. തലയിൽ വളർന്നു വിടർന്നു നിൽക്കുന്ന തൂവൽ കിരീടമാണ് ജാക്കോബിൻസിനെ ആകർഷകമാക്കുന്നത്. കറുപ്പ്, വെളുപ്പ്, തവിട്ടു നിറങ്ങളിൽ ഇവയെ കാണാം. നല്ല വിപണി മൂല്യമുള്ള ഇനങ്ങളാണ് ജാക്കോബിൻസ്. ഫാൻടെയിൽസിന്റെ ഭംഗി വിടർന്നു നിൽക്കുന്ന വാൽഭാഗത്തെ തൂവൽ സഞ്ചയമാണ്. നിറഭേദങ്ങൾക്കും തൂവലിലെ വർണ്ണവൈവിധ്യത്തിനും അനുസൃതമായി വ്യത്യസ്ത പേരുകളിൽ ഇവ അറിയപ്പെടുന്നു. ഇന്ത്യൻ ഫാൻടെയിൽ, തായ് ഫാൻടെയിൽ, സിൽക്കി ഫാൻടെയിൽ, ഇംഗ്ലീഷ് ഫാൻടെയിൽ, ഇങ്ങനെ വ്യത്യസ്തങ്ങളായ ഇനങ്ങൾ ഇവയ്ക്കിടയിൽ ഉണ്ട്.
അലങ്കാരപ്രാവുകളിൽ ജനപ്രിയ ഇനമാണ് ഫാൻടെയിൽസ്. പൗട്ടേഴ്സ് എന്ന ഇനവും കാഴ്ചയ്ക്ക് കൗതുകകരമായ ഒന്നാണ്. കഴുത്തിനോട് ചേർന്ന് ബലൂൺ പോലെ വീർത്ത ഭാഗമാണ് ഇവയുടെ ആകർഷകത്വം വർദ്ധിപ്പിക്കുന്നത്. പ്രാവുകളിൽ ഏറ്റവും വിലയേറിയ ഇനങ്ങളിലൊന്നാണ് പൗട്ടേഴ്സ്. ഇംഗ്ലീഷ് പൗട്ടേഴ്സ്, നോർവിച്ച് ക്രോപ്പർ, പിഗ്മി പൗട്ടർ, ഡച്ച് ക്രോപ്പർ, റിവേഴ്സിംഗ് പൗട്ടർ ഇങ്ങനെ വ്യത്യസ്ത ബ്രീഡുകൾ ഇവയ്ക്കിടയിൽ ഉണ്ട്. ഇതിൽ നോർവിച്ച് ക്രോപ്പർ എന്ന ഇനമാണ് സുഭാഷിന് വരുമാന സ്രോതസ്സായി മാറിയത്. ഈ ഇനം ഓപ്ലോപ്പർ എന്ന ഡച്ച് ബ്രീഡിൽ നിന്നും വികസിപ്പിച്ചെടുത്തതാണ്. അങ്ങനെയാണ് നോർവിച്ച് ക്രോപ്പർ എന്ന പേര് സിദ്ധിച്ചത്. ഒരു കുടുംബത്തിന് ജീവിച്ചു പോകാൻ പറ്റുന്ന ഒരു നല്ല വരുമാനം ഈ പ്രാവുകളിൽ നിന്ന്. എനിക്കിപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് കാലമായിട്ട് പ്രസ്സിലായിരുന്നു ജോലി ചെയ്തത്. ഒരു 10-15 വർഷം പ്രസ്സിൽ ജോലി ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് കാലമായിട്ട് ആ ജോലി നഷ്ടപ്പെട്ടതിന് ശേഷം ഞങ്ങളിപ്പോൾ നല്ല രീതിയിൽ കുടുംബം നടന്നു പോകുന്നത് ഈ പ്രാവിൽ നിന്ന് കിട്ടുന്ന വരുമാനത്തിൽ തന്നെയാണ്. പ്രാവ് നല്ലൊരു വരുമാന ഉപാധി കൂടിയാണ്. വളർത്തുകയാണെങ്കിൽ, നല്ല രീതിയിൽ വളർത്തുകയാണെങ്കിൽ നല്ല ക്ലീനായിട്ട് അത് വെക്കണം, നന്നായി നോക്കണം, നല്ല ഭക്ഷണം കൊടുക്കണം, നല്ല വെള്ളം കൊടുക്കണം. ഇതൊക്കെ നോക്കിക്കഴിഞ്ഞാൽ പ്രാവ് നല്ലൊരു ബിസിനസ് തന്നെയാണ്. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എന്താ പറഞ്ഞാൽ 2010 നോർവിച്ച് ക്രോപ്പർ എന്ന് പറഞ്ഞൊരു വെറൈറ്റി വളർത്തിയിരുന്നു. ആ സമയത്ത് എൻ്റെ അടുത്ത് മാത്രമായിരുന്നു, ഇന്ത്യയിൽ ഉണ്ടായിരുന്നത് എൻ്റെ അടുത്ത് മാത്രമായിരുന്നു. വേറെ പുറത്ത് വളരെ അപൂർവമായിരുന്നു. അപ്പോൾ ആ ബേർഡിൽ നിന്ന് കിട്ടിയ നല്ലൊരു വരുമാനം കൊണ്ടാണ് എനിക്ക് ഈ വീടും മറ്റു കാര്യങ്ങളൊക്കെ കയറ്റാനും ഇതുള്ളത്. വരുമാനം കിട്ടിയത് ആ പ്രാവിൽ നിന്ന് തന്നെയാണ്. ഇവിടെ വളർത്തപ്പെടുന്ന മറ്റൊരിനമാണ് ട്രംപറ്റേഴ്സ്. ഇവയുടെ ശബ്ദ വ്യത്യാസമാണ് ഈ പ്രാവിനങ്ങൾക്ക് ഈ പേര് നൽകുന്നതിന് നിദാനമായിട്ടുള്ളത്. ഇവയിലും ബ്രീഡ് അനുസരിച്ച് അറേബ്യൻ ട്രംപറ്റർ, ബൊക്കാറ ട്രംപറ്റർ, ഇംഗ്ലീഷ് ട്രംപറ്റർ, ഫ്രാങ്കോണിയൻ ട്രംപറ്റർ ഇങ്ങനെ വ്യത്യസ്ത ഇനങ്ങളുണ്ട്. സുഭാഷിന്റെ ഈ ശേഖരത്തിൽ ഫ്രിൽ ബാക്ക് ബ്രീഡുകളും വളർത്തപ്പെടുന്നു. വളർന്നു ചുരുണ്ട് സ്പ്രിംഗ് പോലെ നിൽക്കുന്ന തൂവൽ സഞ്ചയമാണ് ഫ്രിൽ ബാക്കിന്റെ പ്രത്യേകത. ഫ്രിൽ ബാക്ക് വെളുപ്പ്, കറുപ്പ്, തവിട്ടു നിറം ഇങ്ങനെ വ്യത്യസ്ത നിറങ്ങളിൽ കണ്ടുവരുന്നു. കൊക്കിന്റെ നീളം കുറഞ്ഞും തത്തകളെപ്പോലെ തലഭാഗം ഉള്ളതുമായ ഓറിയന്റൽ ഫ്രിൽ, ചുവപ്പ് കലർന്ന തവിട്ടു നിറമാർന്ന ജർമ്മൻ ഫ്രിൽ ഇങ്ങനെ കാഴ്ചയിൽ കൗതുകമുണർത്തുന്ന ഇനങ്ങളെ ഇവിടെ ബ്രീഡ് ചെയ്യപ്പെടുന്നു. ഇവ കൂടാതെ വ്യത്യസ്ത ഇനങ്ങളിലും നിറങ്ങളിലുമുള്ള റേസിംഗ് ഡോസ്, മെസഞ്ചർ പിഗ്യോൺസ് എന്നിവയെയും സുഭാഷിന്റെ ശേഖരത്തിൽ നമുക്ക് കാണാം. വിഭിന്ന സ്വഭാവ വിശേഷമുള്ള ഒരിനം പ്രാവിനെയും സുഭാഷ് പരിപാലിക്കുന്നുണ്ട്. ഗ്രൗണ്ട് റോളർ എന്ന ഈ ഇനം മെയ്വഴക്കമുള്ള സർക്കസ് അഭ്യാസിയെപ്പോലെ കുട്ടിക്കരണം മറിയുന്നവയാണ്. പ്രാവുകളെ സ്പർശിക്കുവാൻ ശ്രമിക്കുമ്പോൾ പിന്നോക്കം മറിഞ്ഞ് ഒരു തൂവൽ പന്ത് പോലെ ഉരുണ്ടുമറിയുന്ന കാഴ്ച രസകരമാണ്. എന്തുകൊണ്ടാണ് ഇവയ്ക്ക് വിചിത്ര സ്വഭാവം കൈവന്നത് എന്നതിനെക്കുറിച്ച് വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ട്. ഒരു റിഫ്ലക്സ് ആക്ഷൻ പോലെയാണ് ഈ പ്രാവുകൾ ഇങ്ങനെ തലകുത്തിമറിയുന്നത്. ഇവയിലും ബർമിംഗ്ഹാം റോളർ, പാർലർ റോളർ, ഓറിയന്റൽ റോളർ ഇങ്ങനെ വ്യത്യസ്ത ഇനങ്ങൾ ബ്രീഡ് ചെയ്യപ്പെടുന്നു. സുഭാഷിന്റെ ശേഖരത്തിൽ 30ഓളം വിവിധ ഇനങ്ങൾ ഉണ്ട്. നിറം, തുവലുകൾ, ബ്രീഡ് എന്നിവയ്ക്കനുസരിച്ച് ഇവയുടെ വിലകളിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകുന്നു. 1000 രൂപ മുതൽ 25,000 രൂപ വരെ വിലമതിക്കുന്ന ഈ ഇനങ്ങൾ അമൂല്യ സമ്പത്താണ്. അതിനാൽ നിതാന്ത ജാഗ്രതയും അതീവ ശ്രദ്ധയും പരിപാലനത്തിൽ ഉറപ്പുവരുത്തണം. കൂടുകൾ സുരക്ഷിതവും അടച്ചുറപ്പുള്ളതുമായിരിക്കണം. പക്ഷികൾക്ക് സ്വതന്ത്രമായി വിഹരിക്കുന്നതിനുള്ള സ്പേസ് കൂടിനുള്ളിൽ ഉണ്ടാവുകയും വേണം. സുഭാഷിന്റെ വീടിനുള്ളിൽ തന്നെയാണ് വിലപിടിപ്പുള്ള ഈ ഇനങ്ങൾക്ക് കൂടൊരുക്കിയിട്ടുള്ളത്. കൂട്ടിനകത്ത് ശുദ്ധജലവും ഭക്ഷണവും യഥാസമയം നൽകേണ്ടതുണ്ട്. ചോളവും മറ്റ് ധാന്യമണികളുമാണ് ഇവയുടെ ഇഷ്ടഭക്ഷണം.
ആരോഗ്യം ഉറപ്പുവരുത്തുന്നതിനായി വൈറ്റമിനുകളും മറ്റ് പോഷകങ്ങളും നൽകണം. ശുദ്ധജല ലഭ്യത ഏറെ പ്രധാനമാണ്. പ്രാവുകളെ ബാധിക്കുന്ന അസുഖങ്ങൾ പ്രധാനമായും പകരുന്നത് ജലത്തിലൂടെയാണ്. ഇവയുടെ കാഷ്ടമോ മറ്റു മാലിന്യങ്ങളോ കലർന്ന് ജലം ഉപയോഗശൂന്യമാകാതെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇതിനായി നിത്യേന പാത്രം വൃത്തിയാക്കി വെള്ളം പുതുതായി നിറയ്ക്കണം. തീറ്റപാത്രങ്ങളിലും ഈയൊരു നിഷ്കർഷ പുലർത്തേണ്ടതുണ്ട്. ഒരുപാട് രാജ്യങ്ങളിൽ നിന്നുള്ള പ്രാവുകൾ ഇപ്പോൾ എൻ്റെ കയ്യിൽ കളക്ഷൻ ഉണ്ട്. വളരെ അപൂർവങ്ങളായ പ്രാവുകളാണ് എൻ്റെ കളക്ഷനിൽ ഇപ്പോൾ ഉള്ളത്. അതിന് ഷീൽഡ് ഫ്രിൽ ബാക്ക്, ഓറിയൻ്റൽ ഫ്രില്ല്, ഷീൽഡ് ഓറിയൻ്റൽ ഫ്രില്ല്, ഡബിൾ കസ്റ്റ് ട്രംപറ്റർ, ഓറിയൻ്റൽ റോളർ, അങ്ങനെ ഒരുപാട് വെറൈറ്റികൾ കയ്യിലുണ്ട്. സാധാരണ രീതിയിൽ പ്രാവുകൾക്ക് അങ്ങനെ അസുഖങ്ങൾ വരുന്നത് വളരെ കുറവാണ്. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അശ്രദ്ധ മൂലം, വെള്ളം നല്ലതല്ലാത്ത മൂലം വയറിളക്കങ്ങൾ അങ്ങനെയുള്ള രോഗങ്ങൾ വരും. അത് നമ്മൾ തന്നെ മണ്ണുത്തി വെറ്റിനറി കോളേജിലുള്ള ഡോക്ടർമാരുമായിട്ട് ഡിസ്കസ് ചെയ്ത് അതിനെന്താ മരുന്ന് കൊടുക്കണം എന്ന് പറഞ്ഞാൽ മരുന്നുകളൊക്കെ കൊടുത്ത് നമ്മളങ്ങനെ നല്ല രീതിയിൽ കൊണ്ടുപോകുന്നു. വെള്ളം നൽകുന്നതിനും തീറ്റ നൽകുന്നതിനും സുഭാഷിന്റെ കുടുംബവും തികഞ്ഞ ജാഗ്രത പുലർത്തുന്നു. ഭാര്യയും അമ്മയും മകളുമടങ്ങുന്ന ഈ ചെറിയ കുടുംബത്തിന്റെ വരുമാനമാർഗം കൂടിയാണ് ഈ ഹോബി. ആദ്യകാലത്ത് പ്രാവുകളുടെ പിറകെ പാഞ്ഞിരുന്ന മകനെ ശാസിച്ചിരുന്ന അമ്മ ഈ വിനോദത്തിന്റെ മൂല്യം തിരിച്ചറിഞ്ഞിരിക്കുന്നു. 10 വയസ്സ് തൊട്ട് തുടങ്ങിയിട്ടുണ്ട്. നാടൻ പ്രാവ് കളിക്കാനായിട്ട് വളർത്തിയതിന്, കളിക്കാനായി കുറെ പറന്നുപോയി. പിന്നെ അവൻ പോയി 14,000 രൂപ കൊടുത്തൊരു കൂട് പണിത് കൊണ്ടുവന്ന് മുറ്റത്ത് വെച്ചു. അതിൽ നിന്നുള്ള വരുമാനമായി. പിന്നെ അങ്ങനെയൊക്കെ ആവുമ്പോൾ പറന്നു പോയതൊക്കെ പിന്നെ എനിക്ക് നല്ല കൂട് പണിതപ്പോൾ തിരിച്ചു വന്നു. അങ്ങനെ പിന്നെ നല്ല വരുമാനമായി. പിന്നെ നല്ല കൂടുകളൊക്കെ പണിതു. മോനെ അവന് ഞങ്ങൾ ചീത്ത പറയും എപ്പോഴും, ഇങ്ങ് പ്രാവിൻ്റെ പ്രാന്ത് കൂടിയിരിക്കണേ എന്നൊക്കെ പറഞ്ഞ് ചീത്ത പറയും. കാശ് കൊണ്ടായിരിക്കും ചിലവാക്കുമ്പോൾ അച്ഛനുള്ള എപ്പോഴും ചീത്ത പറയും. അങ്ങനെ എൻ്റെ ആങ്ങളമാരും ചീത്ത പറയും, എന്തിനാടാ നീ ഇങ്ങനെ കാശ് കളയണത്, കൂട് പണിയുമ്പോഴൊക്കെ പറയും, നീ എന്തിനാ ഇങ്ങനെ കാശ് കളയുന്നത്. അപ്പോൾ പിന്നീടാണ് ഇത് നല്ലൊരു വരുമാനമാണെന്ന് മനസ്സിലാക്കിയത്. ഇതിൻ്റെ കുഞ്ഞുങ്ങളെ കൊടുത്തിട്ട് തന്നെയാണ് ഞങ്ങൾ ഈ പേരയൊക്കെ പണിതതും ഇതിൽ നിന്നുള്ള വരുമാനം കൊണ്ടാണ് ഞങ്ങളുടെ കുടുംബജീവിതമൊക്കെ കഴിഞ്ഞു പോകുന്നത്. പ്രാവ് വളർത്തലിൽ ബ്രീഡിംഗ് വളരെ പ്രധാനമാണ്. യോജിച്ച ഇണകളെ കണ്ടെത്തി അവയെ ഒരേ കൂട്ടിലാക്കി വേണം വളർത്തുവാൻ. ഒരേ സമയം 2 മുട്ടകൾ വീതമാണ് ഓരോ ഇനവും നൽകുക. മുട്ടകൾ അടവച്ച് വിരിയിക്കുവാനുള്ള സംവിധാനവും കൂടിനകത്ത് ഒരുക്കിയിട്ടുണ്ട്. വളർന്നുവരുന്ന കുഞ്ഞുങ്ങൾക്ക് തൂവലുകൾ മുളയ്ക്കുന്നതിന് ദിവസങ്ങളെടുക്കും. അതുവരെ ഇവയുടെ ആഹാരം പ്രാവുകളുടെ തൊണ്ടയിൽ ഊറുന്ന പാൽ കുടിച്ചാണ്. ഇതിന്റെ ലഭ്യത കുറയുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് പുറമേ നിന്ന് പാൽ നൽകേണ്ടി വരും. സിറിഞ്ച് പോലുള്ള ഒരു പാൽപാത്രം ഇതിനായി ഒരുക്കിയിട്ടുണ്ട്. ശുദ്ധമായ പാൽ സിറിഞ്ച് ഉപയോഗിച്ച് കൊക്കിനുള്ളിലേക്ക് പതുക്കെ തുള്ളി തുള്ളിയായി വീഴ്ത്തുകയാണ് ചെയ്യുന്നത്. പാൽ കൊടുക്കുന്നത് ഒരു ഫില്ലർ എടുക്കും. ഫില്ലർ എടുത്തിട്ട് ഞങ്ങളിത് കുട്ടി ചെറുതായിരിക്കുമ്പോൾ ഈ വായ അങ്ങനെ തുറന്ന് പിടിച്ചിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കും. കുറുക്കെടുത്തിട്ട് അസുഖങ്ങൾ മരുന്ന് കൊണ്ടുവരും. ഡോക്ടർമാർ വരും ഇവിടെ. അപ്പോൾ അവർ പറഞ്ഞു തരുന്ന മരുന്നൊക്കെ കൊണ്ടുവരും. വിദേശത്തു നിന്നുള്ള മരുന്നും കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ അവൻ്റെ കൂട്ടുകാർ വിദേശത്ത് നിന്ന് വരുമ്പോൾ അവർ കൊണ്ടുവരുന്നുണ്ട്. തുവലുകൾ മുളയ്ക്കുന്നതോടെ ഈ കുഞ്ഞുങ്ങൾ സ്വതന്ത്രമായി തീറ്റയെടുക്കുവാൻ തുടങ്ങും. ഓരോ ഇനത്തിനും അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ഗ്രേഡിംഗ് രീതികൾ ഉണ്ട്. തുവലുകൾ, നിറം, സ്വഭാവവിശേഷങ്ങൾ, ബ്രീഡ് ക്വാളിറ്റി ഇവയെല്ലാം പോയിന്റുകൾ നൽകി ഗ്രേഡിംഗ് തീരുമാനിക്കപ്പെടുന്നു.
ഈ ഗ്രേഡിങ്ങിനനുസൃതമായാണ് വില തീരുമാനിക്കപ്പെടുന്നത്. മേളകളിൽ സമ്മാനം നൽകപ്പെടുന്നതും ഗ്രേഡിങ്ങിന് അനുസൃതമായാണ്. കേരളത്തിലും പുറത്തുമായി നിരവധി കൂട്ടായ്മകൾ പ്രാവു വളർത്തലുമായി ബന്ധപ്പെട്ട് നിലവിലുണ്ട്. ഈ കൂട്ടായ്മകളും ക്ലബ്ബുകളും രാജ്യാന്തര നിലവാരത്തിലുള്ള പ്രദർശനങ്ങളും മത്സരങ്ങളും സംഘടിപ്പിക്കുന്നു. ഈ കഴിഞ്ഞ വർഷം നടന്ന യുണൈറ്റഡ് പീജിയൻ ക്ലബ്ബ് സംഘടിപ്പിച്ചിട്ടുണ്ടായ ഒരു മത്സരം നടക്കണ്ടായിരുന്നു. അതിൽ എനിക്ക് നല്ലൊരു ഇത് കിട്ടിയിട്ടുണ്ട്. ബെസ്റ്റ് ഓഫ് ബ്രീഡ് എന്ന് പറഞ്ഞിട്ട് നല്ലൊരു ബ്രീഡ് എനിക്ക് ഒരു പ്രൈസ് കിട്ടിയിട്ടുണ്ട്. അതിൽ ഇത്തരം പ്രദർശനങ്ങളും മത്സരങ്ങളും വിപണനത്തിൻ്റെയും വേദികളാണ്. സോഷ്യൽ മീഡിയ വഴിയും പ്രാവു വളർത്തൽ രംഗത്ത് പ്രവർത്തിക്കുന്നവർ പരസ്പരം ബന്ധപ്പെടുന്നു. അതിവിശാലമായൊരു വിപണി ഇതിലൂടെ തുറന്നു കിട്ടുകയും ചെയ്യുന്നു. സഹജീവികളോട് അനുകമ്പയും സ്നേഹവുമുള്ള ഏതൊരാൾക്കും മാതൃകയാക്കാവുന്ന ഒന്നാണ് സുഭാഷിൻ്റെ പ്രാവു വളർത്തൽ. മനസ്സിനിണങ്ങുന്ന, ആനന്ദം പകരുന്ന ഒരു ഹോബി ജീവിതായോധനത്തിന് ഉതകുന്നു എന്നത് നിസ്സാര കാര്യമല്ല. മാത്രവുമല്ല, തികച്ചും സ്വതന്ത്രവും ഭാവനാപൂർണവുമായ ജീവിതം ഈയൊരു കാർഷിക വൃത്തിയിലൂടെ സാധ്യമാകുന്നു. കേരളത്തിൽ ഒരുപാട് യുവതീ യുവാക്കൾക്ക് സുഭാഷ് വഴികാട്ടിയാവുന്നു. തൻ്റെ അനുഭവങ്ങളും സ്വായത്തമാക്കിയ അറിവുകളും പകർന്നു നൽകി പ്രാവു വളർത്തൽ കൂട്ടായ്മകളിൽ സജീവ സാന്നിധ്യമായി സുഭാഷ് വർത്തിക്കുന്നു. പ്രത്യാശകളുടെയും പുതുസ്വപ്നങ്ങളുടെയും വെൺപിറാവുകൾ ഇവിടെ കുറുകി നടക്കുന്നു. പല രോഗങ്ങൾക്കും മലയാളിക്ക് മറുമരുന്നാണ് രാമച്ചം. എന്നാൽ ഈ രാമച്ചം കൃഷി ചെയ്യുന്നവരെക്കുറിച്ചോ അതിൻ്റെ കൃഷിരീതികളെക്കുറിച്ചോ നമുക്ക് വലിയ അറിവില്ലെന്നതാണ് പരമാർത്ഥം. അധികമാരും കൃഷി ചെയ്യാത്ത ഈ മേഖലയിലേക്ക് ചങ്കൂറ്റത്തോടെ കാലെടുത്തു വെച്ച ഒരു യുവ കർഷകനാണ് ഷെൽജി. പാലപ്പെട്ടിയാണ് നാടെങ്കിലും പൊന്നാനി മുനിസിപ്പാലിറ്റിയിലാണ് കൃഷി ചെയ്യുന്നത്. ഒരു ബിരുദധാരിയും LIC തുടങ്ങിയ വിവിധ മേഖലകളിൽ ജോലി നോക്കിയിട്ടുള്ള ഷെൽജി ഈ മേഖലയിലേക്ക് വരാനുള്ള പ്രധാന കാരണം രാമച്ചൻ കൃഷി ചെയ്യുന്ന തൻ്റെ അമ്മാവന്മാരുടെ സ്വാധീനം കൊണ്ടുതന്നെയാണ്. കുടുംബപരമായി നടത്തിക്കൊണ്ടുപോകുന്ന ഈ കൃഷി കഴിഞ്ഞ 16 വർഷമായി ഈ യുവാവ് നടത്തിക്കൊണ്ടുപോകുന്നുണ്ട്. പാട്ടത്തിനടുത്ത ഭൂമിയിലാണ് കൃഷി ചെയ്യുന്നത്. കേരളത്തിനകത്തു മാത്രമല്ല, മിക്കവാറും ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും ഒരു ഹെർബൽ റോ മെറ്റീരിയൽ എന്ന നിലയിൽ ഷെൽജി രാമച്ചം കയറ്റി അയക്കുന്നുണ്ട്. ക്യാൻസറിന് ഒരു പ്രതിവിധിയായി രാമച്ചത്തെ ശാസ്ത്രലോകം കണ്ടെത്തിയിട്ടുമുണ്ട്. ഒരുപാട് ശ്രദ്ധ നൽകേണ്ടുന്ന ഒരു സമ്പ്രദായമാണ് രാമച്ച കൃഷിക്കായി അവലംബിക്കേണ്ടത്. തീരദേശ മേഖലയിലെ മണ്ണാണ് രാമച്ച കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ളത്. കാര്യമായി കീടബാധയില്ലാത്ത ഒരു കൃഷിയാണ് രാമച്ച കൃഷി. ഔഷധത്തിനായി ഇത് ഉപയോഗിക്കുന്നതുകൊണ്ട് രാസവളപ്രയോഗവും സാധ്യമല്ല.
ധാരാളം വെള്ളം കിട്ടുന്ന സ്ഥലങ്ങളിലേ ഇത് കൃഷി ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഇടയ്ക്കിടയ്ക്ക് നനച്ചു കൊടുക്കണം. ചെടിയുടെ വേരാണ് ഉപയോഗമുള്ളത്. പിണ്ണാക്കാണ് പ്രധാനമായും വളമായി ഉപയോഗിക്കുന്നത്. ഈ മേഖലയിൽ കൂലിക്കായി പണിക്കാരെ കിട്ടാനുള്ള ദൗർലഭ്യമാണ് തന്നെ അലട്ടുന്ന പ്രധാന പ്രശ്നമെന്ന് ഷെൽജി തുറന്നു പറയുന്നു. കൃഷി ചെയ്യുന്നതിനായി വളരെയധികം സ്ഥലം ആവശ്യമായി വരുന്നതും ഒരു പോരായ്മ തന്നെയാണ്. ഒരാൾക്ക് ഒരു ദിവസം ശേഖരിക്കാൻ സാധിക്കുന്നത് ഒരു കെട്ട് രാമച്ചം ഏകദേശം 40-50 കിലോഗ്രാമാണ്. പലപ്പോഴും സ്വയം ഒരു കർഷകനാകേണ്ടുന്ന ആവശ്യകതയുണ്ട് ഈ മേഖലയിൽ എന്ന് തൻ്റെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ പുഞ്ചിരിയോടെ ഇദ്ദേഹം പറയുന്നു. ആയുർവേദ ഔഷധ നിർമ്മാണത്തിൽ ഒഴിച്ചുകൂടാനാവാത്തതാണ് രാമച്ചം. പ്രമേഹം, ക്യാൻസർ പോലുള്ള പല അസുഖങ്ങൾക്കും പ്രതിവിധിയായി രാമച്ചം ചേർക്കാറുണ്ട്. അരിഷ്ടം, കഷായം, ചൂർണം തുടങ്ങിയവയുടെ നിർമ്മാണ പ്രക്രിയയ്ക്കും രാമച്ചത്തിൻ്റെ വേര് ഉപയോഗിച്ചു കാണുന്നു. രാമച്ചവേര് തിളപ്പിച്ചാറ്റിയ വെള്ളം ഒരു ഉത്തമ ദാഹശമനിയാണ്. രക്തശുദ്ധീകരണത്തിനും ഇതു ചേർത്ത ഔഷധങ്ങൾ ഉത്തമമായി കാണപ്പെടുന്നു. ഒരുപാട് കരകൗശല വസ്തുക്കളുടെയും അസംസ്കൃത വസ്തുവാണ് രാമച്ചം. ഇതുകൊണ്ടുണ്ടാക്കുന്ന വിശറി, കിടക്കകൾ, തൊപ്പി, ചെരുപ്പ്, കർട്ടനുകൾ, ബാത്ത് സ്ക്രബ്ബർ എന്നിവയും ഏറെ പ്രചാരത്തിലുള്ള ഉൽപ്പന്നങ്ങളാണ്. വടക്കേ ഇന്ത്യയിൽ പ്രധാനമായും ഒരു പൂജാദ്രവ്യമായാണ് രാമച്ചത്തെ ഉപയോഗിച്ചു കാണുന്നത്. സ്വാഭാവികമായി തന്നെ ഒരു തണുപ്പ് രാമച്ചത്തിനുള്ളതുകൊണ്ട് തന്നെ അത് ഉപയോഗിച്ചുണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങളും ആ തണുപ്പ് നിലനിർത്തുന്നുണ്ട്. തുറസായ സ്ഥലം, ജലസേചന സൗകര്യം, നല്ല മണ്ണ് ഇവയാണ് പ്രാഥമികമായി രാമച്ച കൃഷിക്ക് ആവശ്യം. 2-3 ദിവസം കൂടുമ്പോൾ തുടർച്ചയായി വെള്ളമൊഴിക്കണം. 60 മില്ലിമീറ്റർ മഴയുള്ള സ്ഥലങ്ങളിൽ രാമച്ചം തഴച്ചു വളരുന്നത് കാണാം. 20 മുതൽ 40 സെന്റിഗ്രേഡ് വരെ ചൂടാകാം. സാധാരണയായി വേരുകളാണ് വെച്ചുപിടിപ്പിക്കുന്നത്. 2-3 ഇഞ്ച് കനത്തിൽ മുറിച്ച് വെള്ളത്തിലിട്ടാൽ മുള പൊട്ടിവരും. ഇവയാണ് നടാൻ ഉപയോഗിക്കുന്നത്. പ്രധാനമായും വെണ്ണീർ, പിണ്ണാക്ക് മുതലായ ജൈവവളമാണ് ഉപയോഗിക്കാറുള്ളത്. നിർപ്പിച്ച P205 പൊട്ടാഷ് വളങ്ങളും ഉപയോഗിക്കാം. ഏതു കൃഷിയെപ്പോലെ തന്നെ ഇതിനും ആദ്യാവസാനം വേണ്ടത് പ്രതിബദ്ധത തന്നെയാണ്. മണ്ണിനോടടുക്കുന്ന കർഷകനെ മണ്ണ് ചതിക്കില്ല എന്ന പ്രമാണം എവിടെയും യോജിക്കും പോലെ ഇവിടെയും വിജയിക്കുന്നുവെന്ന് ഷെൽജിയുടെ പുഞ്ചിരി പറയുന്നു.